കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുന്ന വഴി സുഭാഷ് സുധീഷിനോട് തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് നടന്ന തറവാട്ടമ്പലം എവിടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് സുധീഷ് പറയുമ്പോൾ എന്താടാ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അതുവഴി പോയ വല്യച്ഛനും അവരുടെ അടുത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. വല്യച്ഛൻ സുഭാഷിനെ നോക്കി എടാ സുഭാഷെ എന്ന് വിളിക്കുമ്പോഴേക്കും സമയമായല്ലോ എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്. വല്യച്ഛൻ സുഭാഷിനോടായി തറവാട്ടമ്പലം എവിടെയാണെന്ന് ചോദിച്ചില്ലേ, അമ്പലത്തിന്റെ കാര്യമായോണ്ട് മറച്ചു വെക്കുന്നില്ല, അത് മാടായിപ്പാറ ദേവീക്ഷേത്രം എന്ന് വല്യച്ഛൻ പറയുമ്പോൾ ശരി വല്യച്ഛ എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുനന്ദയുടെ കല്യാണം നടത്താൻ നീ ഒരു ഉപകാരം ചെയ്തു, അതിന് പ്രത്യുപകാരമായി കൂട്ടിയാൽ മതി. നീ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്, അതുകൊണ്ട് നീ മാത്രം പോയാൽ മതി. എല്ലാ അലവലാദികളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ നിൽക്കണ്ട. പിന്നെ തറവാട്ടമ്പലം എവിടെയാണെന്ന് പറഞ്ഞു തന്നു എന്ന് കരുതി നീ തറവാടിന്റെ ഭാഗമായി എന്നൊന്നും കരുതണ്ട, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു വല്യച്ഛൻ അവിടുന്ന് പോകുന്നുണ്ട്. വല്യച്ഛൻ പോകുമ്പോഴേക്കും അയാൾ എന്തിനാ നമ്മളെ തറവാട് ചേർക്കാൻ നിൽക്കുന്നത്, അയാളെ ഒഴിവാക്കിയ പോരെ എന്ന് സുധീഷ് പറയുമ്പോൾ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും സ്ഥലം പറഞ്ഞു തന്നല്ലോ എന്ന് സുഭാഷൻ പറയുന്നുണ്ട്. എടാ ഞാൻ പറഞ്ഞില്ലേ ഈശ്വരന്റെ കാര്യമായോണ്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്ന, അതിപ്പോ നടന്നില്ലേ, പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞയാൾ തന്നെ വന്ന് പറഞ്ഞു തന്നത് കണ്ടില്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട് മോനെ സുഭാഷേ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്ത് കാരണം എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഒരാളെ സന്യാസിയുടെ വേഷം കെട്ടിച്ച് വല്യച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട കാര്യമൊക്കെ ഓർക്കുന്നുണ്ട്. അയാൾ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന ഗംഗാധരൻ വല്യച്ഛന്റെ അടുത്തേക്ക് ചെന്ന് പെട്ടെന്ന് കുറച്ച് ശബ്ദം ഉണ്ടാക്കി. വല്യച്ഛൻ നോക്കുമ്പോഴേക്കും തറവാട്ടമ്പലം എവിടാണെന്ന് ചോദിച്ച എന്റെ പൈതങ്ങളോട് പറഞ്ഞു തരില്ല എന്ന് പറയാൻ നീ ആര്, അവരും എന്റെ പൈതങ്ങളല്ലേ, ദൈവത്തെ മറച്ചു വയ്ക്കാൻ ആർക്കാട് അവകാശം എന്ന് സ്വാമി ചോദിക്കുമ്പോൾ ആർക്കില്ല സ്വാമി എന്ന് തൊഴുതുകൊണ്ട് ഗംഗാധരനും പറയുന്നുണ്ട്. നിന്നെയൊക്കെ തട്ടുപുറത്തപ്പൻ വെറുതെ വിടുന്നു വിചാരിച്ചോടാ, എന്നെ കാണാൻ വന്നവരെ നിനക്ക് തടുക്കാൻ പറ്റുമെന്ന് നീ കരുതിയോ, വ്യക്തമായ വഴിയും സ്ഥലവും അവർക്ക് പറഞ്ഞു കൊടുത്തേക്കണം. പിന്നെ ഇനി കുടുംബക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ മുണ്ടരികാക്ഷ രക്ഷിക്കണം എന്ന് ഉരുവിട്ടുകൊണ്ട് വേണം വരാൻ, കേട്ടല്ലോ എന്ന് സ്വാമി പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് ഗംഗാധരനും പേടിയോടെ സ്വാമിയെ തൊഴുന്നുണ്ട്. പിന്നീട് അയാൾ സുധീഷിന്റെ അടുത്തേക്ക് ചെന്ന് ചെയ്ത ജോലിക്കുള്ള കാശ് വാങ്ങി പോവുകയാണ്. വല്യച്ഛൻ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു തന്ന കാര്യം സുഭാഷ് വീട്ടിൽ വന്ന് പറയുമ്പോഴേക്കും ഇത് ശരിക്കും ദൈവാനുഗ്രഹം തന്നെയാ സുഭാഷ് ഏട്ടാ, അല്ലെങ്കിൽ വല്യച്ഛന് അത് വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് തന്നെയാ മോളെ, നമുക്ക് നാളെ തന്നെ പോയാലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഏതായാലും 2 ദിവസത്തെ ലീവ് ഉണ്ട്, അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് നിധിയും പറയുന്നുണ്ട്. എടാ വർക്ക്ഷോപ്പിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഹരീഷിനോടായി ചോദിക്കുമ്പോൾ അവിടെ ചന്തു ഡിറ്റോയും ഉണ്ടല്ലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പൊ അതും ഓക്കെ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുധീഷേട്ടന് പിന്നെ പണിയൊന്നുമില്ലല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. ചേർക്കാം വേണ്ടാട്ടോ, എന്റെ ലൈസൻസ് ഞാൻ തിരിച്ചു വാങ്ങി, നാളെ മുതൽ എനിക്ക് വണ്ടി ഓടിക്കാം, പിന്നെ വരണമെന്ന് എനിക്കൊന്ന് ആലോചിക്കണം എന്ന് സുധീഷ് പറയുമ്പോൾ അതെന്താടാ സുധീഷേ എല്ലാവരും സമ്മതിച്ചു കഴിയുമ്പോൾ നീ ഇങ്ങനെ മാറുന്നേ എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. അല്ല എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ ഞാൻ വരാട്ടോ എന്ന് സുധീഷും പറയാണ്. എന്നാലും ഞങ്ങളെ കണ്ടപ്പോൾ സ്ഥലമൊന്നും പറഞ്ഞു തരാത്ത ആളെ പെട്ടെന്ന് അങ്ങനെ മനസ്സ് മാറാൻ എന്താ കാരണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് നികേഷ് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് മക്കളെ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്താ സുധീഷേട്ടൻ വല്ല ഉടായ്പ കാണിച്ചോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഞാനല്ല, സാക്ഷാൽ ആണ്ടവൻ, എല്ലാം കാണുന്ന സാക്ഷാൽ പരമശിവൻ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ടാ വല്യച്ഛന്റെ മനസ്സ് മാറിയത് എന്ന് സുഭാഷ് പറയുമ്പോൾ അല്ലെങ്കിലും വല്യച്ഛനിപ്പോൾ സുഭാഷ് ചേട്ടനോട് ഇത്തിരി സ്നേഹം കൂടുതലാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് പിന്നെ സുനന്ദയെ കല്യാണം കഴിക്കാതെ വിട്ടുകൊടുത്തില്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് ഹരീഷ് പറയുമ്പോൾ എന്തിനാ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കുന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ അതിനെന്താ, നടന്ന കാര്യങ്ങളല്ലേ പറഞ്ഞേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണോ എന്ന് സുധീഷും ചോദിക്കാണ്. മതി രണ്ടുപേരും ഇനി അത് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കണ്ട എന്ന് നിധി പറയുമ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വന്ന് സന്ധ്യ നേരായില്ലേ, എന്താ ഇവിടെ ഒരു വഴക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് വഴക്ക് കൂടാൻ ഒരു കാരണമൊന്നും വേണ്ടല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ചെറുപ്പം തൊട്ടേ ഇവരിങ്ങനെ ആയിട്ടതി, നമുക്ക് ബോറടിക്കുമ്പോൾ റീൽ കാണോ TV കാണോ ഒക്കെ അല്ലേ ചെയ്യാ, ഇവര് അപ്പൊ തമ്മിൽ വഴക്കുണ്ടാക്കും എന്ന് നികേഷും പറയുന്നുണ്ട്. തറവാട്ടമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇതിനെന്തെങ്കിലും വഴിപാടുണ്ടോ എന്ന് നോക്കാം എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനൊരു പ്ലേറ്റിൽ ചോറുമായി അങ്ങോട്ട് വന്ന് സുധീഷിനെ അവിടുന്ന് തള്ളി മാറ്റിക്കൊണ്ട് തുണിചാരി ഇരിക്കുന്നുണ്ട്. അയാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛാ തറവാട്ടമ്പലം എവിടാണെന്ന് മനസ്സിലായി എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അത് മാടായിപ്പാറ ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് പോകുന്ന റോഡിലൂടെ 200 മീറ്റർ പോകുമ്പോൾ അവിടെ കാണാം എന്ന് അച്ഛൻ പറയുമ്പോൾ അമ്പരപ്പോടെ എല്ലാവരും അച്ഛനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ അറിയായിരുന്നോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുമോ എന്ന് അച്ഛനും പറയുന്നുണ്ട്. ഞങ്ങൾ അന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്നല്ലേ പറഞ്ഞേ എന്ന് നിധി പറയുമ്പോൾ അപ്പൊ എനിക്ക് പറയാൻ തോന്നിയില്ല എന്ന് അച്ഛനും പറയുന്നുണ്ട്. അന്ന് ജാതകം ചോദിച്ചപ്പോഴും ഇതുപോലെ തന്നെയാ പറഞ്ഞേ, ഇപ്പോതാ എല്ലാവരോടും ചോദിച്ച് വഴി കണ്ടുപിടിച്ചപ്പോ അപ്പോൾ അറിയാന്ന് എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അത് പിന്നെ ഇന്നലെ രാത്രി തറവാട്ടമ്പലത്തിലെ ദേവി എന്റെ സ്വപ്നത്തിൽ വന്നു, എന്റെ ഭാസ്കര നീ എന്റെ അടുത്തേക്കുള്ള വഴി മറന്നു, എന്റെ കുട്ട നീ എന്നെ കാണാൻ വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ മാപ്പിലെ പോലെ എനിക്ക് വഴി പറഞ്ഞു തന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ സുഭാഷ് ഏട്ടാ എന്തായാലും ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകണ്ടാട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ കുടുംബം മുഴുവൻ ഒരുമിച്ച് പോകണമെന്നല്ലേ ഏടാ പറഞ്ഞേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്നാലും ഇങ്ങയുടെ കൂടെ ഒന്നും ഞാൻ വരുന്നില്ല എന്ന് സുധീഷ് പറയുമ്പോൾ എന്റെ തറവാട്ടമ്പലത്തിൽ പോകാൻ നിങ്ങളുടെ സമ്മതം വേണോ, എനിക്ക് തൊഴാൻ തോന്നിയാൽ ഞാൻ പോയി തൊഴും, അതിന് ഞങ്ങളെ കൊണ്ടുപോയിട്ട് വേണ്ടേ എന്ന് സുധീഷ് പറയുമ്പോൾ എടാ പൊട്ട, തിരുവനന്തപുരത്ത് നിന്ന്
മാടായിപ്പാറയിലേക്ക് എത്ര KSRTC ഉണ്ടെന്നറിയോ? ഭാസ്കരനെ നീ വഴി പഠിപ്പിക്കലേ എന്ന് അച്ഛൻ പറയുമ്പോ അച്ഛൻ വന്നോട്ടെ എന്ന് നിധി പറയുമ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ എന്ന് അച്ഛനും പറയുന്നുണ്ട്. എടാ നാളെ ഇപ്പൊ എങ്ങനെയാ പോവാ, ഒരു കാർ വിളിച്ചാലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ വണ്ടി എടുത്തോളാം എന്ന് സുധീഷും പറയുന്നുണ്ട്. അച്ഛനും ഒരു ചിരിയോടെ അതിനെ വളയം പിടിക്കാൻ നിനക്ക് പറ്റില്ലല്ലോ, നിന്റെ ലൈസൻസ് പോലീസിന്റെ കയ്യിലല്ലേ എന്ന് ചോദിക്കുമ്പോ ലൈസൻസ് ഞാൻ തിരിച്ചെടുത്തു, നാളെ മുതൽ എനിക്ക് വണ്ടി ഓടിക്കാം എന്ന് സുധീഷും പറയുന്നുണ്ട്. ശുഭലക്ഷണമാണല്ലോടാ, തറവാട്ടമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചപ്പോഴേക്കും ലൈസൻസ് തിരിച്ചു കിട്ടിയല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ എന്റെ സുഭാഷ് ഏട്ടാ, ഈ കാര്യത്തിൽ പാവദൈവത്തിന് വെറുതെ വിട്ടേക്ക്. 1 മാസത്തേക്കായിരുന്നു എന്റെ ലൈസൻസ് വാങ്ങി വെച്ചത്, 1 മാസമായി അവർ തിരിച്ചു തന്നു എന്ന് സുധീഷ് പറയുമ്പോൾ നിന്റെ പോക്കറ്റിലാണോടാ പോലീസ് ഇരിക്കുന്നത് എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചാന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചാന്ദിനിയെ ഇവിടെ തനിച്ചാക്കിയിട്ടാണോ പോവുക എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് ശരിയാ, അഥവാ അവരാരെങ്കിലും അന്വേഷിച്ചു വന്നാലും അവളെ കൂട്ടിയ 2-3 ദിവസം വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ട് അവർ തിരിച്ചു പോയിക്കോളും എന്ന് നിധിയും പറയുന്നുണ്ട്. സുഭാഷും ചാന്ദിനിയെ നോക്കിക്കൊണ്ട് 2-3 ദിവസം ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോവുക, ചാന്ദിനിയും കൂടെ കൂട്ടാൻ ഓക്കെ ഹേ എന്ന് ചോദിക്കുമ്പോൾ അവളും TK എന്ന് പറയുന്നുണ്ട്. ഓ TK എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷും സുധീഷും സുഭാഷേട്ടനെ നോക്കുന്നുണ്ട്. പിന്നീട് നികേഷ് ഫോൺ നോക്കിയിരിക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവൻ എന്തായി ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അവന്റെ പുറകിലോട് ചെന്ന് ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ആഹാ ചാറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും നികേഷ് ഫോൺ മറച്ചു പിടിക്കുന്നുണ്ട്. എടാ കുട്ടിയുടെ DP എങ്കിലും ഒന്ന് കാണിച്ചതാടാ എന്ന് സുധീഷ് പറയുമ്പോൾ സുധീഷ് ഏട്ടൻ കാണണ്ട എന്ന് നികേഷും പറയുന്നുണ്ട്. അതെന്താടാ നീ എനിക്ക് കാണിച്ചു തരാത്തെ എന്ന് പറയുമ്പോൾ എനിക്ക് സുധീഷ് ഏട്ടനെ വിശ്വാസമില്ല അതന്നെ എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പൊ നീ ഹരീഷിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ഏട്ടനെ ഞാൻ കാണിച്ചു കൊടുക്കും, എനിക്ക് ഹരീഷ് ഏട്ടനെ വിശ്വാസം എന്നാ പറയുമ്പോൾ എടാ എനിക്കും കൂടി കാണിച്ചാടാ, എന്റെ മനസ്സിലിപ്പോ നിധി മാത്രമേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോൾ അതിപ്പോഴല്ലേ, പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. പണ്ടത്തെ കാര്യം എന്തിനാ നോക്കുന്നത്, ഞാനിപ്പോൾ കുറെ മാറിയില്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ എന്നാലും വേണ്ട എന്ന് പറയുന്നുണ്ട്. നീ അവളെ എവിടെ വെച്ചാ കണ്ടേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നവനും പറയാണ്. എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയണവൻ. നല്ല മൂഡിലങ്ങ് പോയതാ, അതിനിടയിൽ നിങ്ങളെ പോലെ ഓരോ ബൂമറാങ് വന്ന് എന്റെ മൂഡ് കളഞ്ഞാലുണ്ടല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ എന്താടാ പറയുന്നേ, ഞാൻ ബൂമറാങ്ങോ, ഞാനേ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചല്ലേ, വെറും 2 മിനിറ്റ് മതി, ഏത് പെണ്ണും എനിക്ക് നമ്പർ തരും കേട്ടല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇതാ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, നിങ്ങളെ എണ്ണത്തിൽ അഭിമാനിക്കുന്നു, ഞങ്ങൾ ക്വാളിറ്റിയിൽ അഭിമാനിക്കുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ നീ എന്നെ അങ്ങനെ ഒരു ശലഭമാക്കി കളയല്ലേടാ, പക്ഷേ ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഓൺലി നിധി, പക്ഷേ ഒരടവും അവളുടെ അടുത്ത് പോയില്ലെന്നേ, എങ്ങനെ അവളെ ടൂണാക്കി എടുക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നേ എന്നവൻ പറയുമ്പോഴേക്കും നികേഷും പറയലേ എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരികയാണ്. എന്താ പറഞ്ഞേ എന്നവൾ ചോദിക്കുമ്പോൾ സുധീഷ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആരെ ടൂണാക്കുന്ന കാര്യ പറയുന്നേ എന്നവൾ ചോദിക്കുമ്പോൾ ഇവൻ ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടിയെ നോക്കി ട്യൂണാക്കുന്ന കാര്യം പറഞ്ഞതാ എന്ന് സുധീഷ് പറയുമ്പോൾ ഹലോ ഞാനല്ല നോക്കിയേ, ആ കുട്ടിയെ എന്നെ നോക്കിയേ, അത് ഏട്ടത്തിക്കോ അറിയാലോ എന്ന് നികേഷും പറയുന്നുണ്ട്. ആണോ എന്നും ചോദിച്ച് സുധീഷ് നിധിയെ നോക്കുമ്പോഴേക്കും അതെ, ആദ്യമൊക്കെ ആ കുട്ടിയെ ഇവനെ നോക്കിയേ, ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നില്ലല്ലോ, ഇന്ന് അവള് നിന്നോട് സംസാരിച്ചോ എന്ന് നിധി ചോദിക്കുമ്പോൾ ആ ഏട്ടത്തി അവളിൽ എന്നോട് സംസാരിക്കാൻ വന്നേ, ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവളോട് ചിരിച്ചു, അവൾ എന്നോട് ചിരിച്ചു, അവൾ എൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നു. അപ്പോഴേക്കും ഒരു നശിച്ച ബൈക്ക് അവളുടെ ചെറിയ ചുമന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് നികേഷ് പറയുമ്പോൾ സുധീഷും ചിരിക്കുന്നുണ്ട്. എന്തിനാ കിണിക്കുന്നേ എന്നവൻ ചോദിക്കുമ്പോൾ എടാ അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനൊന്നും നിൽക്കരുത്, നമ്മൾ അങ്ങോട്ട് ചെന്ന് മുട്ടിയേക്കണം, അതിനുള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുമ്പോഴേക്കും ഹലോ അവൻ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അവന് നിങ്ങളുടെ ടിപ്സ് ഒന്നും കൊടുക്കണ്ട എന്ന് നിധിയും പറയുന്നുണ്ട്. സുധീഷും അവളെ ഒന്ന് നോക്കുമ്പോഴേക്കും ആദ്യം അവർ ഫ്രണ്ട്സ് ആവട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് അവർ തന്നെ തീരുമാനിക്കും എന്ന് നിധി പറയുമ്പോൾ ഫ്രണ്ട്സോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെ ആദ്യം ഫ്രണ്ട്സ് ആവട്ടെ പിന്നെയല്ലേ ബാക്കിയൊക്കെ എന്ന് നിധിയും പറയാണ്. ഓഹോ ആയിക്കോട്ടെ, അനിയനും ഏട്ടത്തിയും എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച് നടത്തിക്കോ, നമ്മളില്ലേ എന്നും പറഞ്ഞ് സുധീഷ് അവിടുന്ന് പോകുമ്പോഴേക്കും നിധിയും അവന്റെ പുറകെ പോകുന്നുണ്ട്. അപ്പോഴേക്കും മുറ്റത്ത് നിന്ന് ഹരീഷ് നീതുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അവൻ തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നിട്ട് എപ്പോൾ വരും എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. 3-4 ദിവസം എടുക്കും എന്ന് ഹരീഷ് പറയുമ്പോൾ അപ്പോൾ ആ ഹിന്ദിക്കാരിയോ എന്ന് നീതുവും ചോദിക്കാണ്. അവരെയും കൂടെ കൂട്ടുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ എങ്കിൽ ഞാനും വരട്ടെ എന്ന് നീതുവും ചോദിക്കാണ്. നീ എങ്ങനെ വരും എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ പിന്നെ എന്തിനാ അവളെ കൂട്ടുന്നേ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അവള് വേറെ വഴിയിലായിട്ടല്ലേ ഇവിടെ വന്ന് നിന്നേ, പിന്നെ ഒറ്റക്കാക്കി പോകാൻ പറ്റുമോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എന്റെ വീട്ടിലും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും നിൽക്കുന്നതല്ല എന്ന് നീതു പറയുമ്പോഴേക്കും നീ ഝാൻസി റാണിയല്ലേ, എങ്ങനെയുള്ള പ്രശ്നങ്ങളിലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന റാണി എന്നവൻ പറയുമ്പോൾ എല്ലാവരും കൂടി പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം എന്ന് നീതു പറയുമ്പോൾ കല്യാണം കഴിയട്ടെ എന്നിട്ട് കൊണ്ടുപോവാം എന്ന് ഹരീഷും പറയുന്നുണ്ട്. എപ്പോഴാ കല്യാണം എന്ന് അവൾ ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതെപ്പോഴാ കഴിയുന്നേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അടുത്ത വർഷം അവരുടെ കല്യാണവും നമ്മുടെ കല്യാണവും നടക്കോ എന്ന് നീതു ചോദിക്കുമ്പോൾ എന്തായാലും നടക്കും എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്നെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോവേ എന്ന് നീതു പറയുമ്പോൾ ഉറപ്പായിട്ടും കൊണ്ടുപോകും എന്ന് ഹരീഷും പറയാണ്. വേറെ എവിടെയൊക്കെ കൊണ്ടുപോകും എന്ന് നീതു ചോദിക്കുമ്പോൾ എവിടെയൊക്കെ പോകണം എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. നമുക്ക് 2 പേർക്കും കൂടി കൊടൈക്കനാലിൽ പോയാലോ എന്ന് നീതു ചോദിക്കുമ്പോൾ അതിനെന്താ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം എന്നവനും പറയുന്നുണ്ട്. അതിന് കല്യാണം കഴിയൊന്നും വേണ്ട, നമുക്കിപ്പോൾ തന്നെ പോവാം, കോളേജിലെ ടൂറാണെന്ന് ഞാൻ പറഞ്ഞോളാം, നല്ല രസമായിരിക്കും എന്ന് നീതു പറയുമ്പോൾ എന്നിട്ട് വേണം നാട്ടുകാർ അതും ഇതൊക്കെ പറയാൻ
എല്ലായിടത്തും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം, അതാ നല്ലത് എന്ന് ഹരീഷ് പറയുമ്പോൾ പരിഭവത്തോടെ ഇരിക്കുന്ന നീതുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.